ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് 149 ആണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2025 ഓണൽ എക്സാമിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സിമ്പിൾ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 1ഉം 4ഉം 9ഉം ഏതൊക്കെയോ നമ്പറിന്റെ സ്ക്വയറുകളാണ്. 1 പറയുന്നത് ഏതിന്റെ സ്ക്വയറാ? 1ന്റെ സ്ക്വയർ ആണ്. 4ഓ 2ന്റെ സ്ക്വയർ ആണ്. 9 പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത നമ്പർ ഏതായിരിക്കും? 4ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം. അപ്പോൾ 4ന്റെ സ്ക്വയർ ഏതാ? 4 × 4 16 ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എത്രയായിരിക്കും? 16 ആയിരിക്കും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കറക്റ്റായി ഉത്തരം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഇഫ് ദ സം ഓഫ് second and fifth term of the arithmetic sequence is 17, then the sum of third and fourth term is also 17. അതായത് രണ്ടാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ 17 ആണെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ ഇരിക്കുന്ന ടേംസ് കൂട്ടിയാലും 17 തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് 2 പൊസിഷൻസ് ദെൻ ദ സം ഓഫ് ദ ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദ സെയിം. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ പൊസിഷൻസ് കൂട്ടുമ്പോൾ ഒരേ നമ്പർ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസ് കൂട്ടുമ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ്, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊരു എക്സാമ്പിൾ വഴി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസ് 2, 4, 6, 8, 10, 12 ആണ്. അപ്പോൾ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഈ ഒരു ഈവൻ നമ്പറിൻ്റെ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിത്തെ ഫസ്റ്റ് ടേം, അതായത് ഒന്നാമത്തെ പദം ഏതാ? 2 ആണ്. രണ്ടാമത്തെ പദം 4, തേർഡ് ടേം 6, ഫോർത്ത് ടേം 8, ഫിഫ്ത്ത് ടേം 10. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്കൻഡും ഫിഫ്ത്തും ടേം കൂട്ടി നോക്കി എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം ഈ ക്വസ്റ്റ്യനിൽ 4 ആണ്. ഫിഫ്ത്ത് ടേം 10 ആണ്. അപ്പോൾ 4ഉം 10ഉം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 14 കിട്ടി. ഇനി പൊസിഷൻസ് തമ്മിൽ നമുക്ക് കൂട്ടാം. അതായത് 2ഉം 5ഉം കൂട്ടി എത്ര കിട്ടും? 7 കിട്ടും. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? മൂന്നാമത്തെ പദവും നാലാമത്തെ പദവും കൂട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പദം ഏതാ? 6 ആണ്. നാലാമത്തെ പദം 8 ആണ്. അപ്പോൾ 6ഉം 8ഉം കൂട്ടി എത്ര കിട്ടും? 14 തന്നെ കിട്ടും. അതിന്റെ പൊസിഷൻസ് ആഡ് ചെയ്ത 3ഉം 4ഉം ആഡ് ചെയ്ത എത്ര കിട്ടും? 7 തന്നെ കിട്ടും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സംഖ്യ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? ഇതിൽ സി സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അതായത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റീസണിങ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയണം. സി പറഞ്ഞുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്.